ശ്രീ എ ഷുക്കൂർ, അപ്പോൾ ഒരു ശബ്ദരേഖയെ അടിസ്ഥാനമാക്കി പെട്ടെന്ന് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും കൂടി ഇതാ അഴിമതി നടന്നിരിക്കുന്നു, മന്ത്രി രാജിവെക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ കേൾക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാകില്ലേ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു വ്യക്തതയുണ്ടല്ലോ. ഈ ശബ്ദരേഖയുടെ ഉടമ എന്ന് പറയുന്ന ആൾ പോലും ഇന്നത്തെ ദിവസം അത് കഴിഞ്ഞിട്ട് ആ ശബ്ദരേഖ പുറത്തു വന്നിട്ട് 24 മണിക്കൂറൊക്കെ ആകാൻ പോകുന്നുണ്ട്. ഇതുവരെ അദ്ദേഹം വന്ന് പ്രതികരിച്ചിട്ടില്ല, കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു അജ്ഞാത എന്ന് വേണമെങ്കിൽ പറയാവുന്ന അല്ലെങ്കിൽ അനാഥമായ ഒരു ശബ്ദരേഖയുടെ പുറത്താണോ, അല്ലെങ്കിൽ അവരെ വിശ്വസിച്ചുകൊണ്ടാണോ ഒരു സംഘടനയുടെ പടലപ്പിടക്കങ്ങൾക്ക് പുറത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ഇങ്ങനെ പ്രതികരിക്കുന്നത് ശരിയാണോ? അല്ലാതെ ഒരു അനാഥമായ ഒരു ശബ്ദ സന്ദേശമല്ല നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ കേരള ജനതയുടെ മുമ്പാകെ പൊതുസമക്ഷം മുമ്പാകെ വന്നിട്ടുള്ളത്. വളരെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ഒരു ബാർ ഉടമകളുടെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഇടുക്കി ജില്ലാ പ്രസിഡൻറ്റ് ആധികാരികമായി വളരെ ഗൗരവത്തോടു കൂടി വളരെ സവിസ്തരം ഇതെന്തിനാണ്, എന്ത് ഡ്രൈ ഡേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ ആവശ്യത്തിലേക്ക് ഡ്രൈ ഡേ അവസാനിപ്പിക്കണം, അതിന് വേണ്ടിയുള്ള ഒരു ഫണ്ട് പിരിവ് എന്ന രീതിയിൽ 2.5 ലക്ഷം രൂപ വെച്ച് 801 ബാർ ബാറുകളിൽ നിന്ന് ശേഖരിച്ച് അത് കൊടുക്കേണ്ടിടത്ത് കൊടുത്തു എങ്കിൽ മാത്രമേ നമ്മുടെ കാര്യം നടക്കൂ എന്ന തരത്തിൽ കൃത്യമായി വസ്തുതകൾ വ്യക്തമായി അത് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത് അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെത് ഇടുക്കി ജില്ലയിൽ എറണാകുളത്തിരുന്നു കൊണ്ട് അദ്ദേഹം വോയിസ് മെസ്സേജ് അവതരിപ്പിച്ചത് കൊണ്ടാണ് ഇത് പുറത്തു വന്നത്. മറ്റെല്ലാ ജില്ലാ പ്രസിഡന്റുമാർ ഏത് രൂപത്തിൽ അവതരിപ്പിച്ചു എന്നുള്ളത് അവർക്കറിയാം. ഇത് ബാർ ഉടമകളുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സുനിൽകുമാറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ്. പക്ഷെ സുനിൽകുമാർ മറിയുകയാണ്. സുനിൽകുമാർ മലക്കം പറഞ്ഞാലും ഇതിൻ്റെ രേഖകൾ പലയിടത്തായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ബാർ ഉടമകളുടെ മുമ്പാകെ തന്നെ വോയിസ് മെസ്സേജായി ഇപ്പോൾ ഇത് മറ്റു രൂപത്തിൽ മറ്റ് ജില്ലാ പ്രസിഡന്റുമാർ ആ രൂപത്തിൽ ഇതിന്റെ ഒരു കളക്ഷൻ ആരംഭിക്കുകയും ആ കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. സനോജ് പറയുന്നത് കേട്ടാൽ ഈ അനുമോനാണല്ലോ, ഇടുക്കി ജില്ലയുടെ പ്രസിഡന്റ് ആണല്ലോ പറയേണ്ടത്. അദ്ദേഹം ആ കാര്യങ്ങളൊന്നും വ്യക്തമാക്കുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് മുമ്പൊരു അനുഭവമുണ്ട്. എനിക്ക് തന്നെ, ഞാൻ ഇവിടെ നടത്തിയ ഈ ഫ്ലോറിൽ നടത്തിയ ഒരു ചർച്ചയിലാണ് ഇതിനു മുമ്പ് ഒരു അഴിമതി വ്യക്തമായി അന്നത്തെ ഒരു ബാർ മുതലാളി കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. എത്ര രൂപ ആർക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയും അത് പിന്നീട് അദ്ദേഹം കേസുമായി മുന്നോട്ട് പോവുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ അങ്ങനെ ഒരാളില്ല സാർ, ഇതുവരെയും ഇല്ല. അങ്ങനെ വരട്ടെ, വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ അറിയാം. കുറിച്ച് ഉള്ള അന്വേഷണമൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയുള്ള പരാതി പോലും ചെന്നിട്ടുണ്ട്. ആ പരാതി വെച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയല്ലേ വേണ്ടത്? ശബ്ദരേഖ കൃത്യമാണോ, അങ്ങ് ഈ പറഞ്ഞതുപോലെ അനുമോൻ ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഇത്ര വെപ്രാളം എന്തിനാണ് ലാല് കാണിക്കുന്നത്? ഇത്രമാത്രം ഓവർ എന്തുവിശ്വാസം കാണിക്കുന്നത് എന്തിനാ? അവിടെയാണ് കുഴപ്പം. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നേരത്തെ ഉണ്ടോ? മാണി സാറിനെ ഈ രൂപത്തിലേക്ക് കളങ്കിതനാക്കി 1 കോടി രൂപ അദ്ദേഹം കൈക്കൂലി വാങ്ങി, അഴിമതി കോഴപ്പണം വാങ്ങി എന്നായിരുന്നു ആക്ഷേപം. അതിന് അനുകൂലിച്ച് പ്രതികരിച്ചും ഒക്കെ പല രൂപത്തിലുള്ള ചർച്ചയും സംവാദങ്ങളും വിവാദങ്ങളും ഒരു കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഞാൻ വീണ്ടും വിശദീകരിക്കണോ?